ഇന്നൽ ഹംദലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിരില്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. حافظوا على الصلوات والصلاة الوسطى. رب اشرح لي صدري ويسر لي أمري. സ്നേഹാദരണീയരായ വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിച്ചു നൽകിയിട്ടുള്ള നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതം കൊണ്ടും ആ റബ്ബിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങളുമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഓരോരുത്തരെ കൊണ്ടും സാധിക്കുന്ന ഇബാദത്തുകളെ കൊണ്ടും കർമ്മങ്ങളെ കൊണ്ടും നമ്മെക്കൊണ്ട് സാധ്യമാകുന്ന നിലക്കൊക്കെ നമ്മൾ പരിശ്രമിക്കാനുള്ള കാരണം നാളെ റബ്ബിന്റെ മുൻപിൽ ഒരിക്കലും അവഗണിക്കപ്പെടാതെ അള്ളാഹുവിന്റെ സ്വർഗം നേടണം എന്ന ലക്ഷ്യത്തിനു വേണ്ടിയാണ് ഞാനും നിങ്ങളും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾക്കൊക്കെ അറിയാം, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് നാളെ റബ്ബിന്റെ മുൻപിൽ തൂക്കി നോക്കപ്പെടുക. അതെത്രമാത്രം ആത്മാർത്ഥതയോടെയാണ്, നിഷ്കളങ്കതയോടെയാണ്, അതല്ലെങ്കിൽ ആളെ കാണിക്കാനും ഒരു ചര്യ എന്നുള്ള നിലക്ക് പാരമ്പര്യമായിട്ടും ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയ ലക്ഷ്യത്തിലേക്ക് എത്താത്ത നിലക്കാണോ ഇതൊക്കെ നമ്മളെ തൊട്ട് റബ്ബ് തീരുമാനിക്കുന്നത്? നമ്മളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു തോക്കി നോക്കുകയും അത് വിചാരണ ചെയ്യുകയും ചെയ്യുന്ന സമയത്താണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഓരോന്നും സെക്കൻഡ് വ്യത്യാസത്തിൽ നമ്മെ തൊട്ട് അള്ളാഹുവിന്റെ മലക്കുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. 2024 ഡിസംബർ 20-ാം തീയതി 22-ാം തീയതി ഞാൻ എന്തൊക്കെ ചെയ്തു, ഇന്ന് ഈ ഇരിക്കുന്ന നമ്മളെ കൂട്ടത്തിലുള്ള ഞാനടക്കമുള്ള ആർക്കും അറിയില്ലെങ്കിലും ആ ദിവസം, ആ സമയം കൃത്യമായി അള്ളാഹുവിന്റെ അടുത്ത് രേഖകളുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയതും കിറാമൻ കാത്തിബീൻ, വളരെ മാന്യന്മാരായ ഒരു എഴുത്തുകാരൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതേതെങ്കിലും റോഡ് വക്കിൽ കാത്തിരിക്കുന്ന പരദൂഷണക്കാരല്ല.
അതല്ലെങ്കിൽ ഇരുടാവുമ്പോൾ കിടന്നുറങ്ങുന്ന മനുഷ്യരല്ല. നിങ്ങളുടെ ഉറക്കത്തിലും നിങ്ങളുടെ പകലിന്റെ വെളിച്ചത്തിലും നാട്ടിലും അന്യനാട്ടിലും ഏത് ഇരുട്ടിലും വെളിച്ചത്തിലും നിങ്ങളെ തൊട്ട് കൃത്യമായി എഴുതി വെക്കുന്ന ഒരാള് കിറാമൻ കാത്തിബീൻ നിങ്ങളുടെ കൂടെയുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ മറ്റൊരു ഭാഗത്ത് റബ്ബ് ഓർമ്മപ്പെടുത്തി, ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വ അനി ശിമാലി കഈദ് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. പണ്ടുകാലത്തൊക്കെയുള്ള വൃദ്ധരായ മാതാപിതാക്കൾ, അതല്ലെങ്കിൽ നമ്മളെ അത്ര സോഷ്യൽ മീഡിയ ഒന്നും വർദ്ധിക്കാത്തൊരു കാലഘട്ടത്തിൽ അന്ന് ചില രക്ഷിതാക്കൾ മക്കളോട് പറയായിരുന്നു, മോനെ എന്റെ ഇടവും വലവും ആളുണ്ട് ട്ടോ, ഒന്ന് കരുതിക്കോ. എന്റെ ഇടത്തെ ഭാഗമാണ് തൂങ്ങുന്നതെങ്കിൽ നീ നരകത്തുക, വലുതാണ് തൂങ്ങുന്നതെങ്കിൽ നീ സ്വർഗത്തുക. കാരണം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, ഇത് യതലഖൽ മുതലഖിയാനി, ഇരുഭാഗത്തു നിന്നും ഏറ്റെടുക്കുന്നവർ ഏറ്റെടുത്തുകൊണ്ടേയിരിക്കും. അവരറിയാതൊരു കൗല് പോലും നിങ്ങൾ സംസാരിക്കുന്നില്ല. എത്രത്തോളം എന്നാൽ മനസ്സിന്റെ ചിന്തകൾ, കണ്ണിന്റെ കാപട്യങ്ങൾ, പുഞ്ചിരിക്ക് പിന്നിലുള്ള ദുഷ്ടതകൾ, ഇതൊക്കെ ആരറിഞ്ഞിട്ടില്ലെങ്കിലും റബ്ബിന്റെ മലക്കുകൾ അറിയും. ഈ ആയത്തിന്റെ നിർവചനത്തിൽ ഉലമാക്കൾ രേഖപ്പെടുത്തി, തമ്മ് കാണുമ്പം വല്ലാത്തൊരു ചിരി ചിരിക്കും ചിലര്, വലിയ ചിരി, സാഹോദര്യത്തിന്റെ കരുണയുടെ സ്നേഹത്തിന്റെ ചിരിയാണെന്ന് നമ്മൾ വിശ്വസിക്കും. പക്ഷെ ഉള്ളിലുള്ളതോ പകയും വെറുപ്പും മനസ്സ് കൊണ്ടടന്ന് തക്കം കിട്ടിയാൽ തിരിച്ചു ഞാൻ ചെയ്യും എന്ന മനസ്സോടെയാണ് പുറമെ കാണുമ്പോ ഒന്ന് ചിരിച്ചതെങ്കിൽ ആ ചിരി പോലും റബ്ബിന്റെ മലക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തി വെക്കും. ആ രേഖപ്പെടുത്തുന്ന അമലുകൾ ഓരോ ദിവസവും, ഓരോ ആഴ്ചയും, ഓരോ വർഷവും കൃത്യമായി മലക്കുകൾ റബ്ബിന്റെ മുൻപിൽ ഹാജരാക്കും. പിന്നീട് അവർക്കതിൽ തിരുത്താൻ സാധിക്കുന്നില്ല. എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ വെട്ടിനിരത്താൻ അവരെ കൊണ്ട് പറ്റില്ല. കാരണം മലക്കുകൾക്ക് റബ്ബ് കൊടുത്ത കൈവേയുള്ളൂ, അള്ളാഹ് കൽപ്പിച്ചതേ അവർ ചെയ്യൂ. അതുകൊണ്ട് തന്നെ റബ്ബ് ആ എഴുതി വെച്ചതാണ് പരലോകത്ത് പരിഗണിക്കുന്നതെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിലുള്ള അവന്റെ അമലുകൾ എല്ലാ ദിവസവും അള്ളാന്റെ അടുത്തേക്ക് മലക്കുകൾ ഹാജരാക്കുന്നുണ്ട്. അതിനെ തൊട്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, യതആഖബൂന ഫീക്കും, നിങ്ങളിലേക്ക് മലക്കുകൾ മാറി മാറി വരും. നമ്മൾ വിചാരിക്കേണ്ട ഒരു മലക്ക് എന്നെ നമ്മളെ കൊണ്ടുനടക്കുകയെന്ന് അല്ല, നിങ്ങളുടെ ജീവിതത്തിലേക്ക് മലക്കുകൾ മാറി മാറി വരും. മലായികത്തും ബില്ലൈലി വ മലായികത്തും ബിന്നഹാരി, ഒരു കൂട്ടം മലക്കുകൾ പകല് വരും, ഒരു കൂട്ടം മലക്കുകൾ രാത്രിയും വരും. വയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി, വരുന്ന മലക്കുകൾ അവരുടെ ഉദ്യോഗം പരസ്പരം കൈമാറുന്നത് ഫീ സ്വലാത്തിൽ ഫജ്രി, സുബ്ഹി നമസ്കാരത്തിന്റെ സമയത്തും, വ സ്വലാത്തിൽ അസ്രി, അസർ നമസ്കാരത്തിന്റെ സമയത്തുമായിരിക്കും. അഥവാ ഒരു മനുഷ്യനിലേക്ക് നിശ്ചയിക്കപ്പെട്ട മലക്ക് സുബ്ഹിക്ക് വരും. തലേ ദിവസം അസർ മുതൽ സുബ്ഹി വരെ ഡ്യൂട്ടി എടുത്ത മലക്കുകളിൽ നിന്ന് ആ രേഖ അവർ കൈപ്പറ്റും. എന്നിട്ട് അതുവരെ അവർ എഴുതി വെച്ചിരുന്ന അമലുകളുമായി ആ മലക്കുകൾ റബ്ബിന്റെ അരികിലേക്ക് അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി പോകും, രാവായാലും പകലായാലും. എന്നിട്ട് അല്ലാഹു തആല ഇത് കൊണ്ടുവരുന്ന മലക്കുകളോട് ചോദിക്കും, ഫയസ്അലുഹും കൈഫ തറക്തും ഇബാദി, എന്റെ അടിമയെ നിങ്ങൾ വരുമ്പോ എങ്ങനെയാ വിട്ടേച്ചു പോന്നത്, എങ്ങനെയായിരുന്നു എന്റെ അടിമ? ഉടനെ മലക്കുകൾ തിരിച്ചു പറയും, ഫയഖൂലൂന തറക്നാഹും വഹും യുസല്ലൂൻ, അവര് നമസ്കരിക്കുമ്പോഴാണ് റബ്ബേ ഞങ്ങൾ ഉദ്യോഗം കൈമാറിയത്. സുബ്ഹി നമസ്കരിക്കുമ്പോ ഏറ്റെടുക്കാൻ വന്ന മലക്കുകൾ അതുവരെ നോക്കിയ മലക്കുകളിൽ നിന്ന് അവരുടെ ആ പ്രവർത്തനങ്ങളുടെ രേഖപ്പെടുത്തലുകളുടെ ഉദ്യോഗം കൈമാറും. അസറിന് വരുന്ന മലക്കുകൾ അസർ ജമാഅത്ത് നമസ്കരിക്കുന്ന സമയത്താണ് ആ കാര്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മലക്കുകൾ ആവേശത്തോടെ പറയും, റബ്ബേ അവര് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു വഹും യുസല്ലൂൻ, അവർ നമസ്കരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഇത് കൈമാറ്റം ചെയ്തത്. അത് പറയുന്ന മലക്കുകളും സന്തോഷിക്കും, കേൾക്കുന്ന റബ്ബും സന്തോഷിക്കും. ഇനി ഈ കൈമാറ്റം ചെയ്യപ്പെടുന്നത് നമ്മളുടേതാണെന്ന് വിചാരിക്കുക. അസറിന്റെ സമയത്ത് നമ്മളെവിടെ ജമാഅത്തിന് നമ്മളുടേതായ തിരക്കിൽ,
സുബ്ഹിന്റെ ജമാഅത്തിന് നമ്മളവിടെ വീട്ടിൽ പുതപ്പിനുള്ളിൽ ഏറ്റെടുക്കാൻ വരുന്ന മലക്കുകളും കൊണ്ടുപോകാൻ വരുന്ന മലക്കുകളും അള്ളാഹുവിന്റെ അരികിലേക്ക് പരിചയപ്പെടുത്തുന്നത് അലസനായി കടന്നുറങ്ങുന്നവൻ, അലസനായിട്ട് എവിടെയൊക്കെയോ ചുറ്റിത്തിരിയുന്നവൻ, വൈകുന്നേരാവാൻ കാത്തു നിന്നിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നവൻ എന്ന അർത്ഥത്തിലാണ് റബ്ബിന്റെ മുൻപിൽ നമ്മളെ മലക്കുകൾ പരിചയപ്പെടുത്തുന്നതെങ്കിൽ അതെത്രമാത്രം അബദ്ധമായിരിക്കും ഓരോ ദിവസവും അസറും സുബ്ഹിയും. അതുകൊണ്ടാണ് ലോകത്തിന്റെ ഹബീബ നബി തങ്ങൾ പഠിപ്പിച്ചു, മൻ തറക സലാത്തുൽ അസ്രി, ഒരാൾ അസർ നമസ്കാരം ഉപേക്ഷിക്കുകയാണെങ്കിൽ ഫഖദ് ഹബിത അമലുഹു, അവന്റെ എല്ലാ അമലുകളും അത് നശിപ്പിക്കും. വെള്ളിയാഴ്ചത്തെ ദിവസം നമ്മൾ നമ്മളെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കുക. എല്ലാവരും മുഹറിന് ജമാഅത്തിനെന്ന പോലെ ജുമഅക്ക് പള്ളിയിൽ വരുന്നു. ഇന്നത്തെ ദിവസം അസറിന്റെ ജമാഅത്ത് എവിടെ? നാളത്തെ ദിവസം ഫജറിന്റെ ജമാഅത്ത് എവിടെ? ആരെങ്കിലും അസർ നഷ്ടപ്പെടുത്തുന്നതോടുകൂടി അവന്റെ അമലുകളെല്ലാം അതുകൊണ്ട് നശിക്കാൻ തുടങ്ങും. മറ്റൊരു ഭാഗത്ത് അല്ലാഹുവിന്റെ ഹബീബ നബി തങ്ങൾ പഠിപ്പിച്ചു, റകഅത്തുൽ ഫജ്രി, റകഅത്തുൽ ഫജ്രി, 2 റകഅത്തിന്റെ ഫജ്റിന്റെ നമസ്കാരം ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, ഈ ദുനിയാവിലുള്ള മറ്റെന്തിനേക്കാളും റബ്ബിന് പ്രിയപ്പെട്ടതാണ് സുബ്ഹിന്റെ സമയത്തുള്ള ആ സുബ്ഹിയുടെ 2 റകഅത്ത് നമസ്കാരം. ആ 2 റകഅത്ത് നമസ്കാരം ദുനിയാവിലുള്ള മറ്റെന്തിനേക്കാളും എന്ന് റബ്ബ് പറയുമ്പോ ദുനിയാവ് കോഴിക്കോട് ജില്ലയായിട്ട് കാണണ്ട, കേരളമായിട്ട് കാണണ്ട, കേരളം ഉൾപ്പെടുന്ന ഇന്ത്യയായിട്ട് കാണണ്ട, യൂറോപ്പും പശ്ചിമേഷ്യയും കടലും കരയും നിറഞ്ഞു നിൽക്കുന്ന, ഇന്നും മനുഷ്യൻ എത്തിപ്പെടാൻ സാധിക്കാത്ത മുത്തുകളും പവയങ്ങളും നിറഞ്ഞ മറ്റീ ലോകത്തുള്ള മറ്റെന്തിനേക്കാളും റബ്ബ് ഇഷ്ടപ്പെടുന്നത് അവന്റെ സുബ്ഹിയുടെ 2 റകഅത്ത് നമസ്കാരമായിരിക്കും. ആ നമസ്കാരത്തിന്റെ സമയത്ത് നമ്മളെ അമലുകളുമായിട്ട് പോകുന്ന മലക്കുകൾ നമ്മളെ വെറുത്തുകൊണ്ടാണോ അള്ളാന്റെ അരികിലേക്ക് പോകുന്നത്, നമ്മളെ സ്നേഹിച്ചുകൊണ്ടാണോ? വിശുദ്ധ ഖുർആനിൽ പോലും റബ്ബ് ഓർമ്മപ്പെടുത്തി, ഹാഫിളു അലസ്സലവാത്തി വസ്സലാത്തിൽ വുസ്ത, തീർച്ചയായും റബ്ബിന് ഇഷ്ടപ്പെട്ടവർ അവരുടെ നമസ്കാരത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവരായിരിക്കും, പ്രത്യേകിച്ച് വസ്സലാത്തിൽ വുസ്ത. അള്ളാഹുവിന്റെ തിരുദൻ ഓർമ്മപ്പെടുത്തി, അസ്സലാത്തുൽ വുസ്ത സലാത്തുൽ അസ്രി, അസർ നമസ്കാരത്തിന്, അസർ ജമാഅത്തിന് വലിയ ഗൗരവം കൊടുക്കുന്നവരായിരിക്കും അക്കൂട്ടർ. മറ്റൊരു ഭാഗത്ത് അല്ലാഹുവിന്റെ ഹബീബ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, മൻ സല്ലൽ ബർദൈനി, 2 തണുപ്പിന്റെ നമസ്കാരം ആരെങ്കിലും നിർവഹിച്ചാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. പ്രവാചകന്റെ ചരിത്രത്തിൽ നിന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തി, 2 തണുപ്പിന്റെ നമസ്കാരം എന്നാൽ 1 സുബ്ഹിയും 2 മനുഷ്യൻ അലസതയിലേക്ക് പോകുന്ന, വെയിലിന്റെ ചൂട് കുറയുന്ന അസറുമാണെന്ന് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും ഹദീസിൽ കാണാൻ സാധിക്കും. ഈ ഒരു സമയമാണ് ഓരോ ദിവസവും അള്ളാഹുവിന്റെ അരികിലേക്ക് നമ്മുടെ അമലുകൾ പോകുക. അസർ ജമാഅത്തിനും സുബ്ഹിക്ക് ജമാഅത്തിനും, ഈ 2 ജമാഅത്തിന്റെ സമയത്തും എത്രത്തോളം നമ്മളിൽ നിന്ന് മലക്കുകൾ പോകുമ്പോ നമ്മെ ഇഷ്ടപ്പെട്ടിട്ടാണ് പോകുന്നത് എന്ന് ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കണം. രണ്ടാമതായി, എല്ലാ തിങ്കളും വ്യാഴവും അള്ളാഹുവിന്റെ അരികിലേക്ക് നമ്മൾ ചെയ്യുന്ന അമലുകൾ ഉയർത്തപ്പെടും. തുറലുൽ അഅമാലു യൗമുൽ ഇസ്നൈനി വൽ ഖമീസ്, എല്ലാ തിങ്കളും വ്യാഴവും ഒരു അടിമയുടെ അമലുകൾ അള്ളാഹുവിന്റെ മുൻപിൽ ഹാജരാക്കപ്പെടും. ഫഉഹിബ്ബു, ഹബീബായ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, ഫഉഹിബ്ബു അൻ യുറല അലയ്യ വഅന സ്വാഇമുൻ, അന്ന് നോമ്പ് നോൽക്കുന്നവരായി, നോമ്പുകാരനായിട്ടാണ് നിന്റെ തിങ്കളും വ്യാഴവും മലക്കുകൾ കൊണ്ടുപോകുന്നതെങ്കിൽ അത് റബ്ബിന്റെ അടുത്ത് വലിയ പരിഗണന എനിക്ക് കിട്ടും, ഞാൻ അത് ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കും. ഈ 2 ദിവസങ്ങളിൽ എന്റെ അമൽ അള്ളാന്റെ മുൻപിൽ ഹാജരാക്കപ്പെടുമ്പോ അള്ളാഹുവിന് എന്നോട് ഇഷ്ടം തോന്നാൻ, ആ പരിശുദ്ധമാക്കപ്പെടുന്ന അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന നോമ്പ്, അത് ഫർള് പോലും ഇന്ന് പൂർത്തീകരിക്കാത്തവരുണ്ട്. പല ആളുകളും കഴിഞ്ഞ റമദാനിൽ നോമ്പുപേക്ഷിച്ചവർ, ആണാവട്ടെ പെണ്ണാവട്ടെ നീട്ടിക്കൊണ്ടുപോയവർ, ഇടക്കൊന്നു പോലും നോറ്റ് പൂർത്തീകരിക്കാത്തവർ. ഇന്ന് പലർക്കുമുള്ളൊരു ധാരണ, ഏത് കാര്യത്തിനും പെട്ടെന്ന് നോമ്പ് ഒഴിവാക്കാം. ഒരു സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ റമദാനിന്റെ രാത്രിയിലായിരുന്നു ടർഫിൽ ഞങ്ങളുടെ കളി കഴിഞ്ഞപ്പോ പിറ്റേന്ന് നോമ്പ് വെൽക്കാൻ പറ്റിയിട്ടില്ല, ഞാൻ ഫിദിയ കൊടുത്താ പോരെ. ഫിദിയ കൊടുക്കാൻ ഇസ്ലാം പഠിപ്പിച്ച ചിലർ കൂട്ടരുണ്ട്, നിത്യരോഗികൾ, വൃദ്ധന്മാർ,
അല്ലാതെ ഏത് തോന്നിവാസത്തിനും നോമ്പങ്ങ് ഒഴിവാക്കി ഫിദിയ കൊടുക്കാന്ന് തീരുമാനിച്ച ഒരു ദിവസത്തെ 2 ഗാസ്വാഹിന്റെ ഭക്ഷണം ഒരുക്കി കൊടുക്കാൻ പ്രാപ്തിയുള്ളവരെല്ലാവരും 30 ദിവസത്തേക്ക് 125 രൂപ കണക്കാക്കി 3550 കൊടുത്ത 30 ദിവസം എനിക്ക് പട്ടിണി കിടക്കണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നിടത്തല്ല നോമ്പിന്റെ ഗൗരവം. അത് കടം റബ്ബിൻ്റെതാണെങ്കിലും ഇന്റേതാണെങ്കിലും അടിമകളുടേതാണെങ്കിലും അത് എളുപ്പം വീട്ടണം. അതിന് ചോദിച്ച് മൗലവിമാരോട് ചോദിച്ച് അവിടെ കൊടുക്കണോ ഇവിടെ കൊടുക്കണോ എന്ന് ചോദിച്ച് ഈ നോമ്പും കഴിയുമ്പോ ഇപ്പോഴും ജീവിതത്തിന്റെ പ്രായമറിയിച്ച കാലം മുതൽക്ക് പല നോമ്പും കടമാക്കിയവരുണ്ട്, നോറ്റുവിട്ടാത്തവരുണ്ട്. ആ രീതിയിൽ തന്നെ ഗൗരവത്തോടെ ചിന്തിക്കാത്തവർ. അവിടെയാണ് ലോകത്തിന്റെ ഹബീബ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയതും നിങ്ങളുടെ സുന്നത്ത് നോമ്പുകളെ കൊണ്ടുപോലും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അരികിലേക്ക് ഏറ്റവും വലിയ സ്വീകരണം നേടാൻ സാധിക്കും. നിങ്ങളെ അമലുകൾ അള്ളാന്റെ അരികിലേക്ക് എത്തുന്നത് നോമ്പുകാരനാവുമ്പോ റബ്ബിന് പ്രത്യേക സന്തോഷമുണ്ടാകുമെന്നും ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമതായി ശഅബാൻ മാസത്തിൽ വർഷത്തിൽ ഒരിക്കൽ ഒരു വർഷം നമ്മൾ ചെയ്ത അമലുകളൊക്കെ റബ്ബിന്റെ അരികിലേക്ക് അള്ളാന്റെ മലക്കുകൾ ഹാജരാക്കും. റബ്ബ് അത് രേഖപ്പെടുത്തപ്പെട്ട കാര്യത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയതുമായി അള്ളാഹു തആല യോജിപ്പിച്ചു നോക്കും. അവിടെ അള്ളാഹു വെട്ടുന്നതും തിരുത്തുന്നതും ഒരടിമ ചെയ്ത സൽക്കർമ്മങ്ങളെ കൊണ്ട് അവന്റെ തിന്മകൾ റബ്ബൊരു പക്ഷെ മായ്ച്ചു കളഞ്ഞേക്കാം. അള്ളാഹുവിനാണ് ഇതിന് കഴിവുള്ളവൻ. അതുകൊണ്ട് തന്നെ ശഅബാൻ മാസം, നമ്മൾ ഈ പ്രവേശിച്ചിരിക്കുന്ന ശഅബാൻ മാസം, ദാലിക ശഹ്റുൻ യഗ്ഫലു നാസു അൻഹു ബൈന റജബിൻ വ റമളാന, റമളാനിന്റെയും റജബിന്റെയും ഇടയിൽ പലരും അശ്രദ്ധരാകുന്ന ഒരു മാസമാണ് ശഅബാൻ മാസം. ആ മാസത്തെ പറ്റി വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅ്മാലു ഇലാ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബിന്റെ അരികിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ മാസം. ആ ശഅബാൻ മാസത്തിന്റെ ഒരു ദിവസമുണ്ടെന്നും ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ആ മാസത്തിനെ പറ്റി വിശദീകരിക്കപ്പെട്ടപ്പോഴൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ കാണാം, അള്ളാഹുവിന്റെ തിരുദൂതൻ കൂടുതൽ നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു. റമളാനിന്റെ പ്രയാസം നോമ്പിനെ കൊണ്ട് അനുഭവിക്കാതിരിക്കാൻ ശരീരത്തിനെയും മനസ്സിനെയും കൊടലുകളെ പോലും പാകപ്പെടുത്തുന്ന രീതിയിൽ അള്ളാന്റെ ഹബീബ് ഒരുങ്ങാറുണ്ടായിരുന്നു. കാരണം അതൊരു തയ്യാറെടുപ്പ. വരാനിരിക്കുന്ന റമളാനിൽ എന്റെ ആയുസ്സിൽ എനിക്ക് റബ്ബ് അവസരം തന്നാൽ ഒരു റമളാൻ മതി, ഒരു റമളാനിലെ ഇസ്തിഗ്ഫാർ മതി എനിക്ക് രക്ഷപ്പെടാൻ എന്ന ചിന്തയിൽ നിന്ന് അവരൊരുങ്ങുമായിരുന്നു ആ റമളാനിനെ സ്വീകരിക്കാൻ, ശഅബാനിനെ അവർ ജീവിപ്പിക്കാൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ ശഅബാൻ പോട്ടെ, റമളാനിൽ പോലും ആ ഭക്തി വരാതിരിക്കാനുള്ള കാരണം നമ്മളെ റമളാനൊക്കെ 1-ന് ചാടുന്നു, 30-ന് തിരിച്ചു ചാടുന്നു. 30 ദിവസം കൊണ്ട് റോഡ് വക്കുകളിലെ ഭക്ഷണം കഴിച്ച് ചീർക്കുക എന്നുള്ളതല്ലാതെ റമളാനിനെ കൊണ്ട് റബ്ബ് ഉദ്ദേശിച്ച ഒരു നേട്ടവും നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാ ശഅബാൻ മാസത്തിൽ പോലും അവനവന് കടമുള്ള നോമ്പ് പോലും നോൽക്കാൻ പലർക്കും മടിയുണ്ടാവാനുള്ള കാരണം. മുൻഗാമികളായ ഉലമാക്കൾ രേഖപ്പെടുത്തി, മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർക്കുണ്ടായിരുന്ന കടമാക്കപ്പെട്ട നോമ്പ് പോലും നോറ്റുവീട്ടിയത് ശഅബാൻ മാസത്തിലായിരുന്നു എന്ന്. വീട്ടിലുള്ള ഭാര്യമാരിൽ പലർക്കും നോമ്പ് കടമുള്ളവരുണ്ട്. നോറ്റുവിട്ടാൻ സഹായിക്കാത്ത ഭർത്താക്കന്മാര് പോലും അത് ഫർളായ നോമ്പാണെങ്കിൽ ഒരു പക്ഷേ ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഇസ്ലാമിക ലോകത്തുലമാക്കൾ രേഖപ്പെടുത്തി. അവൾ സുന്നത്ത് നോമ്പ് നോൽക്കുമ്പോ നിങ്ങൾക്ക് അവളെ തടയാം. അതേ പെണ്ണിനോട് കടമയുള്ള ഭർത്താവ് ചോദിക്കണം, കഴിഞ്ഞ റമളാനിൽ നിനക്ക് നഷ്ടപ്പെട്ട നോമ്പ് നീ നോറ്റുവിട്ടിയോ? എന്റെ ഭക്ഷണം വിചാരിച്ചിട്ടും മക്കളുടെ ഭക്ഷണം വിചാരിച്ചിട്ടും നീ നോമ്പ് ഉപേക്ഷിക്കുമ്പോ, ബാധ്യതയാക്കപ്പെടുമ്പോ അതിന് നീ ഉത്തരം പറയേണ്ടി വരുമെന്ന് ഭാര്യയെ ബോധ്യപ്പെടുത്തി നോമ്പ് നോൽപ്പിക്കാൻ പോലും ഉലമാക്കൾ കൽപ്പിച്ചിട്ടുണ്ട്. ഈ ശഅബാൻ മാസത്തിൽ ആ തിരിച്ചറിവിലൂടെയാ റമളാനിനെ നമ്മൾ സ്വീകരിക്കേണ്ടതും റമളാനിലേക്ക് നമ്മൾ എത്തിപ്പെടേണ്ടതും. ആ നിലക്ക് റബ്ബ് സ്വീകരിക്കുന്ന ഈ പറയപ്പെട്ട ദിവസങ്ങളിൽ, ഈ പറയപ്പെട്ട സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അള്ളാഹുവിന്റെ തൃപ്തിയോടെ മലക്കുകൾ നമ്മളെ അമല് അള്ളാഹുവിനെ കാണിക്കാൻ വേണ്ടി പോകുന്നതായിരിക്കണം നമ്മളുടെ ഓരോരുത്തരുടെയും ഏറ്റവും വലിയ സമ്പാദ്യം. അതോടൊപ്പം തന്നെ ഇസ്ലാമിക ചരിത്രം വിശദീകരിച്ചു, ചിലരുടെ അമലുകൾ അള്ളാഹുവിന്റെ അരികിലേക്ക് കൊണ്ടുപോകുന്നില്ല. വലിയ നിസ്കാരക്കാരനാ, നോമ്പോൽക്കുന്നോനാ, വലിയ ഇബാദത്ത് ചെയ്യുന്നോനാ, കോടികൾ കൊടുത്തോനാ, ഹറമിലിരിക്കുന്നോനാ, നോമ്പിനായിട്ട് അവിടെ ചെന്നോനാ, പക്ഷേ റബ്ബിന്റെ അടുത്തേക്ക് ഒരമല് പോലും അവന്റെ രേഖപ്പെടുത്തിയത് തലവിട്ട് കടക്കുന്നില്ല, അള്ളാഹുവിന്റെ അരികിലേക്ക് ഉയർത്തപ്പെടുന്നില്ല. കൊണ്ടുപോകുന്നവന്റെ അമലിനു വേണ്ടി
ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നില്ല. ഇൻഷാ അല്ലാഹ് അക്കൂട്ടരാരാണ് എന്ന് വരുന്ന ആഴ്ചയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. വരാനിരിക്കുന്ന ദിനങ്ങളിലേക്കുള്ള മനസ്സിന്റെയും ശരീരത്തിന്റെയും ഒരുക്കമാണ് ശഅബാൻ മാസത്തിന്റെ പ്രത്യേകത. അല്ലാതെ ബറാഅത്ത് രാവും 100 റക്അത്ത് നിസ്കാരവും ഇല്ലാത്ത കുറെ അനാചാരങ്ങളും അല്ല ശഅബാനിന്റെ പ്രത്യേകത. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സുന്നത്തു നോമ്പെടുത്തും ഫർളായി ഉപേക്ഷിക്കപ്പെട്ടതിന്റെ കടം വീട്ടിയും ജീവിതത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിനു വേണ്ടി ഒരുങ്ങുന്നവനാണ് ഒരു യഥാർത്ഥ വിശ്വാസി. ആ നിലക്കതിനെ സ്വീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹൻ നാസ് ഉസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മറ്റൊരാൾ ഒരിക്കലും നഷ്ടപ്പെടുത്താത്ത ഒരു കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, അൻ ഇർളിഹി, അവന്റെ അഭിമാനം നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. സോഷ്യൽ മീഡിയ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആർക്കും ആരുടെയും സ്വകാര്യതയിലേക്കും ആർക്കും ആരുടെ ചെവികളിലേക്കും കണ്ണുകളിലേക്കും എന്ത് ഹറാമും പടർത്താൻ പറ്റുന്ന ഈ കാലഘട്ടത്തിൽ വലിയ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വാക്കാണ് തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് നൽകിയത്. തന്റെ മറ്റൊരു പത്നിയായിരുന്ന ഹഫ്സ റളിയല്ലാഹു തആല അൻഹയെ കുള്ളത്തി എന്നൊരു അഭിസംബോധന ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്ന ഭാര്യ നടത്തിയപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറയുന്നുണ്ട്, ആയിഷ, നീ ആ പറഞ്ഞ കുള്ളത്തി എന്ന വാക്ക് കടലിൽ കലക്കിയാൽ ആ കടലും കടലിലുള്ളതും നശിച്ചു പോകുമായിരുന്നു ആയിഷ. കടലിൽ എന്തൊക്കെയുണ്ടെന്ന് ഇന്നും ലോകത്തുള്ള ശാസ്ത്രകാരന്മാർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. 264 യാത്രക്കാരുമായി പുറപ്പെട്ടിരുന്ന ഒരു വിമാനം ഇന്നും കടലിന്റെ ഏതു ഭാഗത്താണ് നഷ്ടപ്പെട്ടത്, നശിച്ചത് എന്ന് കണ്ടെത്താൻ ഇന്നുള്ള ശാസ്ത്ര പുരോഗതിയുടെ റഡാറുകൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നോക്കത്താ ദൂരത്തേക്ക് കണ്ണ് നോക്കിയിരിക്കുന്ന ഈ കടലിന്റെ അടികളിൽ ഇരുട്ടിൽ എന്തൊക്കെയുണ്ടോ ആയിഷ, അതെല്ലാം നശിച്ചു പോകുമായിരുന്നു. ഇന്ന് ലോകത്തുള്ള 800 കോടി മനുഷ്യരുടെ മനസ്സുകളിലേക്കും നമുക്ക് തെന്മകൾ വ്യാപിപ്പിക്കാൻ പറ്റും നമ്മളെ വിരൽത്തുമ്പിലൂടെ. റീച്ചിന് വേണ്ടിയും സാമൂഹിക മാധ്യമങ്ങളിലെ ഫോളോവേഴ്സിന് വേണ്ടിയും ആർക്കും ആരുടെയും പച്ചയിറച്ചി തിന്നാമെന്നുള്ള ധാരണയിലേക്കെത്തി അവനവന്റെ ശരീരം പോലും പുരുഷന്റെ ശരീരത്തിലൊരച്ച് കാരണങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിച്ച് പണമുണ്ടാക്കാനും പ്രശസ്തിയുണ്ടാക്കാനും മത്സരിച്ചോടുന്ന ഒരു കാലഘട്ടത്തിന്റെ മുൻപിൽ ഒരാരോപണം കൊണ്ട് മനുഷ്യന്റെ ഹൃദയത്തിന് താങ്ങാനാവാത്ത വേദനയിലൂടെ ഒരു ജീവൻ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഒരാളെ നീ അന്യായമായി കൊന്നാൽ ഓൻ ആത്മഹത്യ ചെയ്യണമെന്നില്ല. ഓൻ അതിന്റെ ബേജാറിൽ ഡിപ്രഷൻ അടിച്ചു മരിച്ചോയാൽ മതി. അതാലോചിച്ച് സങ്കടപ്പെട്ട് മനുഷ്യരെ അള്ളാഹു പൊറുക്കുന്നില്ല. എന്നോടും നമ്മൾ ചെയ്ത എത്ര തെറ്റുകളാ പടച്ചോൻ മറച്ചു വെച്ച്. ഓരോന്നും പടച്ചോൻ അപ്പൊ തന്നെ സമൂഹ മധ്യത്തിൽ കാണിക്കുകയും ഓരോരുത്തരും ചെയ്ത തെറ്റിന്റെ മണിക്കൂറുകൾക്കുള്ളിൽ പടച്ചോൻ പെരുമാറുകയും ചെയ്തിരുന്നെങ്കിൽ ഒരൊറ്റ മനുഷ്യൻ ഇന്ന് ദുനിയാവിൽ ഉണ്ടാവില്ല. പടച്ചോൻ പൊറുത്തരിക ഓരോ രാത്രിയും, ഓരോ പകലും, ഓരോ യാത്രയിലും, ഓരോ മറവിലും. എന്നിട്ട് ഇന്നത്തെ മനുഷ്യന്മാർക്ക് തോന്നി രാഷ്ട്രീയപരമായിട്ടും മതസംഘടനാപരമായിട്ടും ആൾക്കാരെ തേജോവധം ചെയ്യാൻ ഏറ്റവും നല്ലതെന്താ? ഒന്നെങ്കിൽ അവിഹിതം, അല്ലെങ്കിൽ പെണ്ണ്, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും സാമ്പത്തികം. കേട്ട എരകിട്ടിയ കോഴിക്കുട്ടികളെ മാതിരി അവനവന്റെ ഷെയറിലൂടെ ഇന്നും അത് ഓടുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ മനുഷ്യരെ, മണ്ണിന്റെ അടിയിലേക്ക് നിങ്ങൾക്ക് അതിന്റെ പാപഭാരം വരും. കാരണം നിങ്ങൾ മരിച്ച നിങ്ങളെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആരും പൂട്ടാൻ പോവില്ല.
ഒരു ഫേസ്ബുക്കുകാരന്റെ ഫേസ്ബുക്ക് ഇന്നും 7 വർഷങ്ങൾക്ക് മുൻപ് മരിച്ചവന്റെ ഫേസ്ബുക്കിന്റെ അപ്ഡേറ്റ് ഇന്നുണ്ട്. മരിച്ചിട്ട് 7 കൊല്ലങ്ങൾക്കപ്പുറവും നിങ്ങൾ പ്രചരിപ്പിച്ച ഒരു വൃത്തികേട് ഇന്നും നിങ്ങളെ മണ്ണിലേക്ക് ബാധ്യതയാകുന്നുണ്ടെങ്കിൽ, ഒരു വാക്ക് കേൾക്കുമ്പോ, ഒരു വാർത്ത അറിയുമ്പോ അത് പ്രചരിപ്പിക്കലും ചെവി പറയലാണെങ്കിലും കുടുംബത്ത് പറയലാണെങ്കിലും 1000 തവണ ചിന്തിച്ചോളൂ. നിങ്ങൾ നെറ്റിയിലെ കറുത്ത താമ്പം, നെരിയാണിക്ക് മേലുള്ള പാന്റും ഉടുത്ത പർദ്ദയും ചെയ്ത ഹജ്ജൊന്നും പടച്ചോന്റെ മണ്ണിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടൂല. കാരണം ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം, നിങ്ങൾ കാരണം മനസ്സ് വേദനിച്ചവൻ. ചിലര് ചോദിക്കും ചെയ്തിട്ടല്ലേ എന്ന്. ചെയ്തോന്റെ തെറ്റാ പൊറുക്കാൻ അള്ളാഹു കൽപ്പിച്ച്, അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യുന്നു. ഞാനിങ്ങളൊക്കെ ചെയ്തത് പടച്ചോൻ പുറത്തുനിന്നു വിട്ടുവീഴ്ച ചെയ്തെന്നു. കാരണം മനുഷ്യന് തിരുത്താൻ അവസരമുണ്ട്. 101 കൊന്നവന് 102-ാമനായിട്ട് പടച്ചോൻ ഹിദായത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യന് നന്നാവാൻ അവസരങ്ങളുണ്ട്. വഇൻ സനാ, വ്യഭിചാരിയായി പോയിട്ടുണ്ടെങ്കിലും, വഇൻ ശരിബൽ ഖംറ, മുഴുക്കുടിയനായി പോയിട്ടുണ്ടെങ്കിലും, വഇൻ സറക, അന്യന്റേത് അപഹരിച്ചിട്ടുണ്ടാക്കിയവനാണെങ്കിലും ശരി, അവനൊക്കെ പൊറുക്കാൻ പടച്ചോൻ റെഡിയാകുമ്പോ പടച്ചോനേക്കാളും വലിയ പടപ്പുകളാവരുത്. 290 റീചാർജും വൈഫൈ കണക്ഷനും ഉണ്ടെന്ന് കരുതി ഒരു സ്മാർട്ട് ഫോൺ കൊണ്ട് ദുനിയാവ് നശിപ്പിക്കരുത്, ആഖിറ നശിപ്പിക്കരുത്, മറ്റൊരു കുടുംബത്തിന്റെ തീരാ വേദനയാവുകയും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ പൊരുത്തം കിട്ടാത്ത കാലത്തോളം തൗബ പോലും പടച്ചോൻ സ്വീകരിക്കൂല. എങ്ങനെ? എനിക്ക് പറ്റിപ്പോയി റബ്ബേ എന്ന് പറഞ്ഞാൽ പോലും അള്ളാഹ് സ്വീകരിക്കൂല. ആ വേദനിച്ചവന്റെ മനസ്സിന്റെ വേദന മാറാത്ത കാലത്തോളം, ഓ മനസ്സറിഞ്ഞ് നിങ്ങൾക്ക് പൊരുത്തപ്പെടാത്ത കാലത്തോളം, മരിച്ചോയോനോട് കബറിന്റെ അടി പോയിട്ട് പൊരുത്തം വാങ്ങാൻ പറ്റൂല. മെന്റൽ ഡിപ്രഷൻ കൊണ്ട് ബുദ്ധിമാന്ദ്യം സംഭവിച്ചവനോട്, ബുദ്ധിഭ്രമം സംഭവിച്ചവനോട് അവിടെ പോയി പൊരുത്തം വാങ്ങാൻ പറ്റൂല. അപ്പൊ ചിലര് ചോദിച്ചു, റസൂലേ, അള്ളാന്റെ മഹിഷറയിൽ പൊരുത്തം വാങ്ങാനുള്ള കഴിവുണ്ടാവുമോ? കാരണം അവിടെ എന്തായാലും കാണുമല്ലോ, അള്ളാഹ് അറിയല്ലോ, ഇവനെ കൊണ്ടാണ് എന്റെ കുടുംബം നശിച്ച്, ഇവനെ കൊണ്ടാണ് എന്റെ അഭിമാനം ക്ഷതം വന്ന്, ഇവനാണ് എനിക്കെതിരെ ആദ്യം കമന്റ് ഇട്ട്, ഇവനാ എഴുതി വിട്ട്, ഇവനായിരുന്നു എന്റെ മെയിൻ ആള് എന്നൊക്കെ പറയുമ്പം അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ പൊരുത്തം വാങ്ങാൻ പറ്റുമോ? ചോദിച്ച ഉമർ റളിയല്ലാഹു അൻഹുവിനോട് കണ്ണീരോടെ റസൂലുള്ളാഹി തിരിച്ചു പറയുന്നുണ്ട്, ഉമറേ, നഫ്സി നഫ്സി. ഒരാൾക്ക് മറ്റൊരാളെ മുഖത്തേക്ക് എന്നല്ല, ശരീരത്തിലേക്ക് നോക്കാൻ പോലും കെൽപ്പില്ലാത്ത ലോകാണ് അള്ളാന്റെ മഹ്ശറ. എന്നിട്ടല്ലേ അവിടെ ചെന്നിട്ട് പൊരുത്തം വാങ്ങുക? ഇനി വാങ്ങാൻ തീരുമാനിച്ചാൽ തന്നെ എത്ര മനുഷ്യന്മാരോട് വാങ്ങേണ്ടി വരും? 26 ലക്ഷത്തിന്റെ മേലാളുകളിലേക്ക് അത് എത്തിയിട്ടുണ്ടെങ്കിൽ, 1800-ലധികം ഷെയറുകൾ ഉണ്ടെങ്കിൽ, ഒന്നാലോചിച്ചോളി മനുഷ്യരെ, ദുനിയാവ് 10 കൊല്ലം കൊണ്ട് അവസാനിക്കും. അവസാനിക്കാത്തൊരു ലോകത്തേക്കുള്ള യാത്രയുടെ ആരംഭമാ മരണം, അല്ലാണ്ട് എല്ലോ അവസാനിക്കുന്നതല്ല മരണം. അതുകൊണ്ട് ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം, ഒരു വാക്ക് പറയുമ്പോ അത് ചെവികളിലേക്കാവട്ടെ, സോഷ്യൽ മീഡിയയിലാവട്ടെ, എഴുത്തിലാവട്ടെ, കുടുംബത്തിലാവട്ടെ, ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം സൂക്ഷിച്ചോളി ഓരോരുത്തരും. കാരണം നാളെ പടച്ചോന്റെ അടുത്തേക്ക് മടങ്ങൂല എന്നുള്ളൊരു ഉറപ്പുണ്ട്. നമുക്ക് എന്ത് തോന്നിയാസവും ചെയ്യാം. മരണം യാഥാർത്ഥ്യ, ജീവിതത്തിന്റെ ഉറപ്പാ മരണം. ജീവിച്ചിട്ടുണ്ടോ, ജനിച്ചിട്ടുണ്ടോ, മരിക്കുന്നുള്ള ഉറപ്പാ. 10 ലക്ഷം കിട്ടുന്ന ഉറപ്പില്ല, പോരണ്ടാവുന്ന ഉറപ്പില്ല, ആരോഗ്യം ഉണ്ടാവുന്ന ഉറപ്പില്ല, മക്കളുണ്ടാവുന്ന ഉറപ്പില്ല, മക്കളെ കെട്ടിക്കാൻ പറ്റുന്ന ഉറപ്പില്ല. പക്ഷെ ഒരൊറ്റ ഉറപ്പുണ്ട്, അടുത്ത വെള്ളിയാഴ്ച പള്ളിയിൽ ഉണ്ടാവുന്ന ഉറപ്പില്ല. ഒരു ഉറപ്പുണ്ട്, മരിക്കും. അല്പം നാളെയും മരിക്കും, ഇന്ന് രാത്രി മരിക്കും. ആ വാക്കുകൾക്കാണ് ഇസ്ലാം കൊടുക്കുന്ന വില. ആ തിരിച്ചറിവോട് ഓരോരുത്തരും അവനവന്റെ വിരൽത്തുമ്പുകളെ, ചിന്തകളെ, അവനവന്റെ മൊബൈൽ ഫോണിനെ 250 രൂപക്ക് റീചാർജ് ചെയ്യുന്നതിനെ ഒന്ന് ആലോചിച്ചിട്ടൊക്കെ ഉപയോഗിക്കണം ഇനി അങ്ങോട്ട്. അതേതെങ്കിലും ഒരു പെണ്ണിന്റെ പേരിലും സമൂഹത്തിന്റെ പേരിലും മാത്രം ചിന്തിപ്പിക്കപ്പെടേണ്ടതല്ല. ഓരോരുത്തരുടെ കുടുംബത്തിനെ തൊട്ടു ആലോചിക്കപ്പെടേണ്ടതാ. എനിക്കെതിരെ, എന്റെ മക്കൾക്കെതിരെ, എന്റെ നാടിനെതിരെ എന്ന് ചിന്തിക്കുമ്പോഴേ അതിന്റെ വിലയും കണ്ണീരും എത്രത്തോളാന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ആ തിരിച്ചറിവോടെ ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ നാഥ. മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ വിഷമതകൾ സഹിച്ച് ജീവിക്കുന്നവരുണ്ട് നാഥ. എല്ലാം എളുപ്പത്തിൽ ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ ഞങ്ങളിൽ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അള്ളാഹുവെ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. അങ്ങേയറ്റം അസുഖം ബാധിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ, എന്താണോ റബ്ബെ ഏറ്റവും ഹൈറായത്
ആ ഹൈറായതിലേക്ക് അവർക്ക് അനുഗ്രഹം നൽകി ഓരോരുത്തരോടും നീ കാരുണ്യം കാണിക്കണമേ. നാദാ കടബാധ്യതയിൽപ്പെട്ടും ഹറാമായ ലോണ് പോലെയുള്ള സംവിധാനത്തിലും അബദ്ധം കൊണ്ട് പെട്ടുപോയവരുണ്ട് റബ്ബേ. എല്ലാറ്റിൽ നിന്നും ശുദ്ധമായി ഹലാലായ സമ്പാദ്യത്തോടെ ബാധ്യതകൾ തീർത്തു മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. ലോകത്തിന്റെ നാനാഭാഗത്ത് പീഡിപ്പിക്കപ്പെടുന്ന ഞങ്ങളുടെ സഹോദര വിശ്വാസികൾക്ക് ഏറ്റവും വലിയ റഹ്മത്തും ബർക്കത്തും നൽകി ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷം ഓരോരുത്തർക്കും നീ നൽകി അനുഗ്രഹിക്കണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബിയിന